ഹലോ മക്കളെ, ഇപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും അല്ലേ? അല്ലെങ്കിൽ വെക്കേഷൻ എൻജോയ് ചെയ്യാനുള്ളൊരു മൂഡിലായിരിക്കും. ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാകും, അല്ലെങ്കിൽ ന്യൂ ഇയറിനെ വെൽക്കം ചെയ്യാനുള്ള ആ ഒരു മൈൻഡ് സെറ്റിലൊക്കെ ഇരിക്കുന്നുണ്ടാകും. ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തിരിക്കുന്നുണ്ടാകും അല്ലേ? എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മനസ്സിലിപ്പം ഒത്തിരി ടെൻഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ടായിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിരിക്കുന്നതെന്ന് മിസ്സിനറിയാം അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ഇനി ഇപ്പോൾ എന്തിനാണ് മിസ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളിപ്പോൾ കളിക്കുന്നുണ്ടാകും അല്ലേ? നിങ്ങളിപ്പോൾ എന്തെങ്കിലും സിനിമ കാണുന്നുണ്ടാകും, നിങ്ങൾ പാരൻസിൻ്റെ കൂടെ ബീച്ചിലും പുറത്തൊക്കെ പോകുന്നുണ്ടാകും. അപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നില്ലേ അല്ലേ? നേരെ മറിച്ച് ഇതേ കാര്യം നിങ്ങൾക്ക് എക്സാം ടൈമിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? ഈ എക്സാം നടക്കുന്ന ആ സമയത്ത് നിങ്ങൾക്ക് ബീച്ചിൽ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, നിങ്ങൾക്ക് ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇതേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നോ? ഇതേപോലെ നിങ്ങളൊരു ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു? ഇല്ല. ചിലപ്പോൾ നമുക്ക് ബീച്ചിൽ പോകുന്നത്, ഷോപ്പിങ്ങിനൊക്കെ പോകുന്നത് നമുക്ക് ഇഷ്ടമായിരിക്കും, പക്ഷേ നമ്മുടെ മൈൻഡ് ആകെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അയ്യോ, എക്സാമിന് പഠിച്ചിട്ടില്ലല്ലോ, എക്സാമിന് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ട, ഈ ചാപ്റ്റർ പഠിക്കേണ്ട, ആ ചാപ്റ്റർ പഠിക്കേണ്ട, നാളത്തെ എക്സാമിന് എങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. അങ്ങനെ ഫുൾ ടെൻഷൻസ് ആയിരിക്കും എൻ്റെ മക്കളുടെ മനസ്സിലുണ്ടായിരുന്നത് അല്ലേ? പക്ഷേ ഇപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് ചെയ്യുമ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന് കാരണം നിങ്ങളുടെ മനസ്സിപ്പോൾ ഭയങ്കര സമാധാനത്തിലാണുള്ളത്, വേറെ ടെൻഷൻസ് ഒന്നുമില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾക്കപ്പോൾ അത് പറ്റുന്നത് മുൻപ് നമുക്ക് ഈ ഷോപ്പിംഗ് ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് വ്യത്യാസം. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി റിലാക്സ്ഡ് ആണ്, സമാധാനത്തോടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ മക്കളെ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ചിലപ്പോൾ കുറേ പേർക്കെങ്കിലും ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരിക്കും ഈ പഠിക്കുക എന്ന് പറയുന്നത് അല്ലേ? അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങളെ മനസ്സ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ എക്സാം ടൈം അടുക്കുന്ന ആ ഒരു എക്സാം ചൂട് കയറുമ്പോഴായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആകെ മൊത്തം ടെൻഷൻസ്, അത് പഠിക്കണോ, ഇത് പഠിക്കണോ, ഈ ചാപ്റ്റർ പഠിക്കണോ, ആ ചാപ്റ്റർ പഠിക്കണം, അല്ല ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട്, ഇതുവരെ ഒന്നും തൊട്ടിട്ടില്ല, ഈ ചാപ്റ്റർ ഒട്ടും അറിയില്ല. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് എക്സാമിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ പഠിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഈ ടെൻഷൻസ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ച് എൻ്റെ കുട്ടികൾ, ഇപ്പോൾ നിങ്ങൾ ഭയങ്കര സമാധാനത്തോടെ ഇരിക്കുന്ന ഈ സമയത്ത് നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിച്ചു നോക്കും. എല്ലാ ദിവസവും വെക്കേഷനല്ലേ മിസ് ഇപ്പോഴും പഠിക്കാൻ പറയുകയാണോ? അങ്ങനെയല്ല, നിങ്ങൾ എൻജോയ് ചെയ്യും. നിങ്ങളുടെ ദിവസത്തിൻ്റെ മെജോറിറ്റി ഭാഗം നിങ്ങൾ എൻജോയ് ചെയ്യും. കുറച്ച് സമയം ഒന്ന് പഠിക്കാൻ വേണ്ടി മാറ്റി വെച്ച് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ കുറച്ച് സമയം കൊണ്ട് വളരെ എളുപ്പം പഠിക്കാനും ആ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ നിൽക്കുകയും ചെയ്യും. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ എന്താണ്, നിങ്ങളുടെ മനസ്സിലൊരു ഹോപ്പ് ഉണ്ട്, ഇത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് പോയിട്ട് കളിക്കാൻ പറ്റുമല്ലോ, എനിക്ക് പോയി റിലാക്സ് ചെയ്യാൻ പറ്റുമല്ലോ, എനിക്ക് ബീച്ചിൽ പോകാൻ പറ്റുമല്ലോ, അങ്ങനെ ഒരു ഹോപ്പ് ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ടെൻസ്ഡ് അല്ല ഒട്ടും. നിങ്ങളുടെ മുന്നിൽ സമയമുണ്ട്. അപ്പോൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് സമയമുണ്ടല്ലോ, നമ്മളിങ്ങനെ ആ ഒരു എൻഡ് പോയിന്റിൽ നിൽക്കുകയല്ല. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ആ ഒരു ഹോപ്പോട് കൂടിയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അത് നമ്മളെ ഇഷ്ടത്തോടെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേഗം നിങ്ങളുടെ ബ്രെയിനിലേക്ക് കയറാനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാം ടൈമിലുള്ള ആ ടെൻഷൻസ് ഒഴിവാക്കാം. ആ സമയത്ത് പഠിച്ചിട്ട് തലയിൽ കയറുന്നില്ല, അതെങ്ങനെയൊക്കെയോ എല്ലാം കൂടെ മഗ്ഗപ്പ് ചെയ്ത് വെച്ചു, പക്ഷേ എന്താണ്, ഒന്നും ഓർമ്മയില്ല, അങ്ങനെ ഫുൾ ടെൻഷനായിട്ടിരിക്കുന്നതിനേക്കാൾ എത്ര നല്ലതായിരിക്കും ഇപ്പോൾ പഠിക്കണേ അല്ലേ? അപ്പോൾ പഠിച്ചാലും ഇപ്പോൾ പഠിച്ചാലും കാര്യം സെയിമാണ്. ക്വാണ്ടിറ്റിയിൽ പഠിക്കാനുള്ള കാര്യത്തിൽ വ്യത്യാസമില്ല, പഠിക്കാനുള്ള സബ്ജക്ട്സ് മാറുന്നില്ല, ടോപ്പിക്സ് മാറുന്നില്ല. വ്യത്യാസം എന്താ? ഇപ്പോൾ പഠിച്ചാൽ സമാധാനത്തോടെ ടെൻഷൻ ഫ്രീ ആയിട്ട് സമയമെടുത്ത് പഠിക്കാം. അപ്പോഴാണെങ്കിൽ അതുണ്ടാവില്ല. ഏതാണ് നല്ലത് എന്ന് എൻ്റെ കുട്ടികൾ തന്നെ തീരുമാനിക്കാം. അപ്പോൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി രസമായിട്ട് പഠിക്കാൻ പറ്റും, സമാധാനത്തോടെ പഠിക്കാൻ പറ്റും. അതിനി എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അറിയില്ല മിസ്, ഞാൻ ഫസ്റ്റ് ടേം പഠിച്ചിട്ടില്ല, സെക്കൻഡ് ടേം പഠിച്ചിട്ടില്ല, ഇനി ക്രിസ്മസ് എക്സാമൊക്കെ കഴിഞ്ഞ് വേറെയും കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്, അങ്ങനെ കൺഫ്യൂഷനായിട്ടാണ് എൻ്റെ മക്കൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ എക്സാമിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ടാകും, നിങ്ങൾക്ക് PYQs ഉണ്ടാകും, എല്ലാം കിട്ടുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക. ഓക്കെ, ഇനി അതല്ലാന്നാണെങ്കിൽ കൂടെ നിങ്ങൾക്ക് പഠിക്കാം. അല്ലാത്ത രീതിയിൽ എൻ്റെ മക്കൾ പഠിച്ചു തുടങ്ങണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണങ്ങൾ കൂടും. ഓക്കെ, അപ്പോൾ എക്സാമിനറിൻ്റെ ബാച്ചസിലൂടെ പഠിക്കാനാണ് എൻ്റെ മക്കൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കും.